ഹായ്. അപ്പോൾ ഞാൻ എൻ്റെ മുളക് മാറ്റി നടുകയാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ ഒരുക്കി വെച്ചിട്ടുള്ള മണ്ണാണ്. ഈ ചട്ടിയിൽ മണ്ണും ചകിരിച്ചോറും കരിയിലയും നമ്മളെ കിച്ചൺ വേസ്റ്റും ഇതാണ് കേട്ടോ ഇട്ടത്. കിച്ചൺ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ബാക്കി വരുന്ന എൻ്റെ കിച്ചണിലുള്ള എല്ലാ വേസ്റ്റുകളും പച്ചക്കറി വേസ്റ്റുകളൊക്കെ എല്ലാ വേസ്റ്റും അല്ല, പച്ചക്കറി വേസ്റ്റ്, ചോറും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളെ കിച്ചൺ വേസ്റ്റ് പിന്നെ മുന്നേ ഈ ചട്ടിയിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കരിയില നമ്മൾ എത്രത്തോളം ഇടുന്നു അത്രയും നല്ലതാണ്. കാരണം വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കരിയിലിനേക്കാളും നല്ല സാധനം വേറെ ഇല്ല. അപ്പോൾ ഇതാ മാറ്റി നടുകയാണ്. മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ നട്ടിട്ടുള്ള ആ ചട്ടിയിൽ കുറച്ച് വെള്ളം നനച്ച് വെച്ചതിന് ശേഷം അത് മെല്ലെ പൊരിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ വേര് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി നടുകയാണ്. ഇനി 3-4 തൈയും കൂടി എനിക്ക് അതിൽ മാറ്റി നടാനുണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഷോർട്സിലാണ് ഇടുന്നത്. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള 2 ഇല ഞാൻ നുള്ളി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. മണ്ണ് നല്ലോണം നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒന്ന് അവിടെ 4 ഭാഗത്തായിട്ട് നല്ലോണം അമർത്തി കൊടുക്കുക. കാരണം എന്താ പറയുക, കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണൊന്നും മെല്ലെ അമർത്തി കൊടുക്കണം. പിന്നെന്ന് വെച്ചാൽ വേറൊരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളമുള്ളവരാണെങ്കിൽ, എനിക്കിപ്പോൾ അത്രയ്ക്കൊന്നും വളമില്ല, ഉള്ള വളങ്ങളാണ് ഞാൻ ഇടുന്നതൊക്കെ. പിന്നെ എല്ലുപൊടിയും പിന്നെ നമ്മളെ ചാണകമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ലോണം നന്നായിട്ട് മുളക് പിടിച്ച് കിട്ടും നിങ്ങൾക്ക്. ഞാൻ കഞ്ഞിവെള്ളമാണ് കൂടുതലായിട്ട് വളമായിട്ട് ചേർക്കുന്നത്. നമ്മളെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് കുറച്ച് നേർപ്പിച്ചിട്ട് അതിൻ്റെ കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കലുണ്ട്. അത് ഏറ്റവും നല്ലൊരു വളമാണ്. പിന്നെ അത് ഡെയിലി ചെയ്താൽ നല്ലതാണ്. പിന്നെ അതിൻ്റെ ഇലകളിലൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുഴുശല്യം പിന്നെ അങ്ങനത്തെ അതൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലോങ് വീഡിയോ നിങ്ങൾക്ക് പോയിട്ട് കാണാം. ഓക്കെ, ബൈ.